പത്തനംതിട്ട അടൂരിൽ ഭിക്ഷാടനത്തിനെത്തിയ സ്ത്രീയെ KSRTC ജീവനക്കാരൻ വടികൊണ്ട് അടിച്ചെന്ന് പരാതി. വേണു എന്ന ജീവനക്കാരനെതിരെയാണ് ആരോപണം. പരിക്കേറ്റ സ്ത്രീ അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേർന്നു. ശ്രീരാജ്, ഇന്ന് KSRTC സംബന്ധിച്ചും ഇവിടുത്തെ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ സുപ്രധാനമായ ഒരു ചരിത്രത്തിന്റെ തുടക്കം കുറിച്ച ദിവസം കൂടിയാണ്. ഇന്നാണ് ആ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായത്. അപ്പോൾ ഈ ഘട്ടത്തിലാണോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അതൊരു മോശം കാര്യം തന്നെ. ഇപ്പോൾ ആ പരിക്കേറ്റ സ്ത്രീയുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് ഇത് സംബന്ധിച്ച് എന്താണ് ഇവിടെ സംഭവിച്ചത്? ശ്യാമിലി, അത് തന്നെയാണ് ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അവർക്ക് സന്തോഷമുള്ള അഭിമാനകരമായ ഒരു ദിവസം തന്നെയാണ്. ആ ദിവസമാണ് അടൂർ ഡിപ്പോയിലെ KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഒരു സ്ത്രീക്കുണ്ടായത്. അവർ ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീയാണ്. വർഷങ്ങളായി അടൂരിലും പരിസര പ്രദേശങ്ങളിലും ഇവരെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ KSRTC ബസ് സ്റ്റാൻഡും പരിസരവും ഭിക്ഷാടന നിരോധിത മേഖലയാണ്. അവിടെ ഭിക്ഷാടനം അനുവദിക്കുകയും ചെയ്യില്ല. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ദുരനുഭവം, ഇത്തരത്തിൽ ഇവർ KSRTC ബസ് സ്റ്റാൻഡിനോട്, അടൂരിലെ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇവർ നിൽക്കുകയായിരുന്നു. ആ സ്റ്റാൻഡിൽ നിന്നും പുറത്തിറങ്ങണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. വേണു എന്ന KSRTC ജീവനക്കാരനാണ്. അദ്ദേഹം അവിടെ ഡ്രൈവറാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് അവിടുത്തെ സെക്യൂരിറ്റി ചുമതല താൽക്കാലികമായി നൽകി അങ്ങനെ ജോലി ചെയ്തു വരികയായിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ സ്ത്രീയോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും വടി ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കുകയും ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും നാട്ടുകാരും തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതും. പിന്നീട് അവരെ അവിടെ നിന്നും അവർ കരഞ്ഞുകൊണ്ട് പോകുന്നതടക്കം ആ ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് അവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ വേണു എന്ന ഈ KSRTC ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമല്ല. ഇവരോട് ഭിക്ഷാടനം നടത്തരുത്, KSRTC സ്റ്റാൻഡിനുള്ളിൽ ഭിക്ഷാടനം നടത്തരുത്, പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അതിനൊപ്പം ഇവരെ കയ്യിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ശ്യാമിലി.